നാടകത്തിൽ അഭിനയിച്ച് ചേട്ടൻ എന്നെ മനസ്സിലായി, സ്വയം മനസ്സിലായിട്ട് പക്ഷെ നന്നായി ഡയറക്ഷൻ ചെയ്യും. അപ്പൊ അതിലാണ് കഴിവ്. അതാണ് ഇനി ആ ചേട്ടാ പുറത്തു മുഖോണ്ടിരുന്നത്. 5-6 നാടകങ്ങള് സംവിധാനം ചെയ്തു. അതിലത്തെ ഒരു നാടകത്തിൽ സരിതയാണ് അഭിനയിച്ചത്. തുടക്കം ഒരു 15 മിനിറ്റ് 16 മിനിറ്റ് നേരം പ്രേക്ഷകരെ അവിടെ ഈ സരിതനെ ആരും അറിയില്ല. ആരും അറിയാണ്ട് എന്റെ ഒരു നാടകത്തിൽ അപ്രതീക്ഷിതമായിട്ട് സരിത അവിടെ പ്രത്യക്ഷപ്പെടാണ്. അപ്രതീക്ഷിതമായിട്ട് നാടകത്തിൽ ആദ്യം വിചാരിച്ചു ഞങ്ങള് തമ്മില് സ്റ്റേജിൽ തല്ലൂടാണ്, അങ്ങനെ വിചാരിച്ചു. അതായത് അവിടെ ജി ശങ്കരപിള്ള സാറിന്റെ അവതരണം ഭ്രാന്താലയം എന്ന് പറഞ്ഞൊരു നാടകം. അതിന് ആ നാടകത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം തന്നെ ഒരു 15 മിനിറ്റ് വരെ ഒരു വിദൂഷകന്റെ റോൾ ഉണ്ടായിരുന്നു. അതിന് മാറ്റിയിട്ട് സരിതനെ ആക്കി. ആ ഒരു 10-16 മിനിറ്റ് നേരം, അതായത് അവിടെ നാടകം കാണാൻ വന്നവര് മുഴുവൻ നാടകക്കാരാണ്. ചിരിക്കില്ല. പക്ഷെ ഇത് കണ്ടിട്ട് എല്ലാവരും ചിരിച്ചിട്ടുണ്ട്. അവര് വളരെ സീരിയസ് ആയിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. അവരെ ചിരിപ്പിന് നമ്മളുടെ ഇവിടുത്തെ അക്കാദമിയിലല്ലായിരുന്ന തൃശ്ശൂര് അക്കാദമി. എന്നിട്ട് നാടകം തുടങ്ങി ആദ്യത്തെ ഒരു 16-17 മിനിറ്റ് വരെ സരിത ഒറ്റയ്ക്കാണ്. അവര് അവൾ കാണാൻ ഇരിക്കുന്നവര് മുഴുവനും ചിരിപ്പിച്ച് സരിത അവിടുത്തെ എനിക്ക് നല്ല കയ്യടി ഭയങ്കര കയ്യടി. പിന്നെ സരിത അവിടുത്തെ മെയിൻ ഒരാളായി നമ്മുടെ. അപ്പൊ അതോടുകൂടി സരിത അവിടെ ഇതായി പേരെടുത്തു.